ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെ വളരെ രുചികരമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോളി തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് ഈ ബോളി കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ബോളി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. അതായത് നമ്മൾ പായസമൊക്കെ വെക്കില്ലേ കടലപ്പരിപ്പ്, ആ ഒരു പരിപ്പാണ്. അതായത് ഇതുപോലെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് അളവിലുള്ള കടലപ്പരിപ്പ് കുറച്ച് സമയം ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കണം കേട്ടോ. 2 മണിക്കൂർ ഒന്നും കുതിർക്കരുത്, ഒരു 3-4 മണിക്കൂറോളം ഒന്ന് കുതിർക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടണം. ഈ ഒരു രീതിക്ക് ഒന്ന് കുതിർന്ന് കിട്ടിയാൽ നല്ലതുപോലെ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇത് മാറ്റാം. നല്ലതുപോലെ കഴുകിയെടുത്ത നമ്മുടെ ഈ കടലപ്പരിപ്പ് കുക്കറിലേക്ക് ചേർക്കാം കേട്ടോ. ഇതിനോടൊപ്പം ഒരല്പം വെള്ളം കൂടി ചേർക്കുകയാണ് കേട്ടോ. ഒരു 2.5 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. എങ്കിൽ പിന്നെ നന്നായിട്ട് ഇതെല്ലാം വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ പേരിൽ ഇത് വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. കൂടെ തന്നെ കുറച്ച് മാത്രം ഉപ്പും കൂടി, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഇത് വെച്ചിരിക്കുക. നന്നായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് ഒന്ന് വെന്ത് കിട്ടണം. ആ ഒരു സമയം വരെ നമുക്ക് വിസിൽ വെച്ചിരിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 വിസിലാണ് കേട്ടോ ഇതിലിപ്പോൾ വെക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ മൈദാമാവ് എടുത്തിട്ടുണ്ട്. 2.5 കപ്പ് അളവിലാണ് കേട്ടോ മൈദാമാവ് എടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ലേ, ആ ഒരു രീതിക്കല്ല നമുക്ക് ഈ മാവ് കുഴഞ്ഞ് കിട്ടേണ്ടത്. കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർത്തിട്ട് അത് നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിന് വേണം കേട്ടോ നമ്മൾ ഈ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതാ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഈ ഒരു സ്റ്റേജിൽ വേണം കേട്ടോ നമ്മുടെ മാവ് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ ചെയ്തെടുക്കരുത്. കുറച്ച് ലൂസായിട്ട് ഇതുപോലെ ഒന്ന് വലിഞ്ഞ് വരുന്ന ഈ ഒരു സ്റ്റേജ് കേട്ടോ. ഇതുപോലെ ഒന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് ഈ ഒരു സമയത്ത് നെയ്യ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കുന്നതിനോടൊപ്പം തന്നെ നെയ്യ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് നമ്മുടെ ഈ മാവ് ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ്. അപ്പം 1 മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. കുറഞ്ഞ സമയമില്ലെങ്കിൽ 30 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുകയാണ്. അടച്ച് വെക്കാൻ വേണ്ടി മറക്കരുത്. അടച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം ഹാർഡായി പോകും. ഇതിപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ തുടർന്ന് തുറക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് നമ്മുടെ ഈ പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ചെറിയ രീതിയിൽ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ചെറുതായിട്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഇപ്പോൾ മാറ്റിയിട്ടുള്ളൂ. ബാക്കിയും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട്. സ്റ്റെപ്പായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. നല്ല സ്മൂത്തായിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ചെറിയൊരു തരിതരിപ്പോട് കൂടി മാത്രം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. നല്ലതുപോലെ അരച്ചെടുത്ത പരിപ്പ് നമുക്ക് ഒരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനോടൊപ്പം പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ശർക്കരയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയിട്ട് ഒന്ന് അരിച്ച് വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട്.
കൂടെ തന്നെ ഇതിനോടൊപ്പം പിന്നെ വേണ്ടത് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ ഈ 1 കപ്പ് അളവിൽ നമുക്ക് ശർക്കര മാത്രം മതിയെങ്കിൽ ആ ഒരു ശർക്കര മാത്രം ചേർത്തിട്ടും തയ്യാറാക്കാം. അതുപോലെ തന്നെ പഞ്ചസാര മാത്രം മതിയെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ഇത് രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് തയ്യാറാക്കുന്നതാണ് ആ ബോളിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി ഈ ശർക്കരയും പഞ്ചസാരയും എല്ലാം ഒന്ന് ഉരുക്കിയെടുക്കാം. ഈ ഒരു രീതിക്ക് ഒരല്പസമയം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ശർക്കരയും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടും. ഇതുപോലെ ഒന്ന് ലൂസായി തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി, ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യും കൂടി ചേർക്കാം. നെയ്യും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ആ കടായിലേക്ക് അധികം അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് തന്നെ ഇതിപ്പോൾ നന്നായിട്ട് നല്ല ലൂസായിട്ടല്ലേ ഉള്ളത്. ഇതൊന്ന് അല്പം കട്ടിയാകും കേട്ടോ. പെട്ടെന്ന് തന്നെ കട്ടിയായി തുടങ്ങും. ഒന്ന് നല്ലതുപോലെ ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഞാനിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന ഏകദേശം വെള്ളം എല്ലാം ഒന്ന് വറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കുറുകി കട്ടിയായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി കൂടുതൽ സമയത്ത് നമ്മളിതുപോലെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. തണുക്കുമ്പോഴത്തേക്കും വീണ്ടും നല്ലതുപോലെ ഒന്ന് കുറുകി കട്ടിയായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഉള്ള ആ ഒരു ചെറിയൊരു ലൂസ് കൂടി മാറിയിട്ട് നല്ലതുപോലെ ഒന്ന് കുറുകി കട്ടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്നിരുന്ന് തണുക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ലതുപോലെ വീണ്ടും ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. നമ്മുടെ മാവൊന്ന് സോഫ്റ്റ് ആകാൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കയ്യിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നമുക്കിപ്പോൾ ഏത് വലിപ്പത്തിനാണോ ബോളി വേണ്ടത് ആ ഒരു വലിപ്പത്തിന് വേണം മാവ് ഉരുട്ടിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 നെല്ലിക്കയുടെ വലിപ്പത്തിനാണ് കേട്ടോ ഞാനിപ്പോൾ ബോളി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഈ മാവ് നന്നായിട്ട് തന്നെ കൈവച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതിനുള്ളിലുള്ള ആ ഒരു ഫില്ലിങ് വേണ്ടിയിട്ട് ആ ഫില്ലിങ് മാവ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ചെറിയ അളവിൽ വേണം ആ ഫില്ലിങ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഒരല്പം ചെറിയൊരു ബോൾ മതിയാവും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ മാവ് ഒന്ന് ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ വാഴയില എടുക്കാം. ഒരു ഗ്ലാസ് പേപ്പറോ എന്തായാലും പ്രശ്നമൊന്നുമില്ല. അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ലൈറ്റായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ പരിപ്പിൻ്റെ മിക്സും കൂടി വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കവർ ചെയ്ത് ഒരു ചെറിയ ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതിന് മുകളിലേക്ക് വീണ്ടും ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കൈവച്ചിട്ടാണ് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ചപ്പാത്തി പലകയിലുള്ള ആ ഒരു കുഴൽ വെച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മുടെ എളുപ്പത്തിനനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് എടുക്കാം. ഏതാണോ നിങ്ങളുടെ സൗകര്യം ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് ഇങ്ങനെ പരത്തി ആ ഫില്ലിംഗ് ഒക്കെ ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് പോകരുത് കേട്ടോ. ആ ഒരു രീതി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് വെക്കരുത്. നേരെ തന്നെ നമ്മുടെ ദോശ തവയിലേക്ക് ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ ദോശ തവയിലേക്ക് ഒരല്പം നെയ്യൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് വേണം അതിലേക്ക് കല്ലിലേക്ക് ഇടാനായിട്ട് കേട്ടോ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇതിന് മുകളിലേക്ക് ഒരു അല്പം നെയ്യെല്ലാം ഒന്ന് പുരട്ടി കൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ പുറം ഭാഗം ഇതുപോലെ ലൈറ്റായിട്ട് ബ്രൗൺ കളറിലൊന്ന് പൊള്ളി വരും. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഒരുപാട് സമയത്ത് നമ്മൾ ഹാർഡായിട്ട് ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നമ്മൾ ഓരോന്നും പരത്തിയെടുത്തിട്ട് അപ്പോൾ തന്നെ തവയിലേക്ക് ഇട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. അതായത് നമ്മളിങ്ങനെ പരത്തി മാറ്റി വെക്കരുത്. എങ്കിൽ പിന്നെ നല്ലപോലെ ഹാർഡായി പോകും. അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് ഇളക്കിയെടുക്കാനും പറ്റില്ല. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ബോളിയാണ്. ബോളിയുടെ കൂടെ നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാൽപ്പായസം, അതായത് സേമിയ പായസമാണ് എപ്പോഴും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഇതിൻ്റെ കൂടെ ഈ ചൂട് ബോളിക്കൊപ്പം നല്ല ചൂട് സേമിയ പായസവും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, വളരെ രുചികരമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും വീട്ടിൽ ബോളി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.